This is a simulation game set in a virtual world and does not represent real life. I made the top Please 3 play just in now. moderation, Top 3 follow just segment now. breaks, and play responsibly. നിനക്ക് തന്നെ ഇവിടെ കിടന്നാ മതിയായിരുന്നല്ലോ. Good luck, mates. Good luck, mates. അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ അളിയ. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് 3 ആഴ്ചത്തെ ലീവിനല്ലേ വീട്ടിലോട്ട് വിട്ട. അത് കഴിയപ്പോ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. ഓ സിക്ക് ലീവ് വിട്ടതല്ലേ വീട്ടില്. മെഡിക്കൽ ലീവ്. ഇനിയിപ്പോ ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി അവര് ഒപ്പീനിയൻ എഴുതും. ഡോക്ടർ കണ്ടിട്ട് ഒപ്പീനിയൻ എഴുതിയിട്ട് 6 മാസത്തെ ടെമ്പററി ഇതാക്കും, കാറ്റഗറി ആക്കും. എന്നിട്ട് പിന്നെ യൂപിയിലോട്ടല്ലേ പോണം. നല്ല ഏതെങ്കിലും സ്ഥലമായിരിക്കും പ്രാർത്ഥിച്ചു. യുപിയിലല്ലേ? ജീവിതവും കാണണമെങ്കിൽ ഇവിടെ വരണം. ബീഹാർ ഇങ്ങനെ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വൃത്തിയില്ല. കണ്ടാൽ തന്നെ കൊച്ചു പിള്ളേരെയൊക്കെ, ഒരു 3-4 വയസ്സായ പിള്ളേരെയൊക്കെ മറ്റേ ഗുഡ്കയൊക്കെ കൊടുത്ത് പറഞ്ഞങ്ങ് വിടും വിൽക്കാൻ വേണ്ടി. ഞാൻ പോണ സ്ഥലം അത് തന്നെ. വെറൈറ്റി ഇച്ചിരിയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത് യുപിയിൽ. വേറെന്ന് വെച്ചാൽ വെറും കഷ്ടപ്പാടും തരുമെന്നല്ല ഇവിടെ. വരയില് കുറച്ച് ഇവന്മാരുടെ പൈസ ഇല്ല. എല്ലാം മോഷണവും പിടിച്ചുപറിയായിട്ടൊക്കെ തന്നെ നടക്കണം. പൈസ ഉള്ളവന്മാരും ഉണ്ട്, ഇല്ലാത്തവന്മാരും ഒന്നുമില്ല. ദാരിദ്ര്യമാണ് അവിടെ മൊത്തം. ഭയങ്കര ദാരിദ്ര്യം. നമ്മള് വെഹിക്കിൾ ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പം അവന്റെ എന്തോ സാധനം ഉണ്ടായിരുന്നു. ഇവൻ എന്ത് ചെയ്യുന്ന നമ്മള് 4 സെക്ഷനായിട്ട് 4 സെക്ഷനിൽ 4 പേര് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. വണ്ടി എടുത്തോണ്ട് പോയി. പിന്നെ നമ്മൾ പുറകെ പിടിക്കും. ഇവിടത്തെ SI അവന് പേടി. അവൻ വേണ്ട, പുറകെ പോണ്ട. പുതിയ പയ്യ SI. നമ്മളൊന്നില്ല, അങ്ങനെ വെച്ചില്ല. നമ്മളൊരുത്തന്റെ മണ്ടയിൽ കയറ്റി ഇറക്കാൻ നോക്കിയവൻ. അങ്ങനെ വിട്ട് കളഞ്ഞ പിന്നെ നമ്മളിവിടെ നിന്നിട്ട് നമ്മള് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മള് പോലീസിന്റെ വണ്ടി നമ്മൾ തന്നെ എടുത്ത് അവന് പുറകെ വിട്ട് പിടിച്ച് അവനെ ചേസ് ചെയ്ത് പിടിച്ച് ഇടിയെന്ന് വെച്ചാ ഇടിച്ചാണ് കാല് പുറത്തു. ആളെന്തൊരു അപകടകാരിയായിരുന്നു? അത് കുഴപ്പമൊന്നുമില്ല, പേടിച്ച് ഓടിയതാ? ഒന്നുമില്ല, അവൻ പേടിച്ചു പോയി. എടാ നമ്മള് കൂടെ ഉണ്ടാകുന്നതിന്റെ പുറത്ത് കയറി ഇറങ്ങാനുള്ളത്. അല്ല, വണ്ടിയില് വേറെ ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. അവന്റെ സവാരി അടിക്കുന്ന ടീമായിരുന്നു. ആൾക്കാരെ സവാരി അടിക്കുന്ന ടീമായിരുന്നു. അവന്റെ ആളും മറ്റേ ടോപ്പിൽ നിറയെ ആളായിരുന്നു. ജീപ്പിന്റെ ടോപ്പിൽ നിറയെ ആള്. ടോപ്പിൽ ആളിനെ ഇരുത്തി കൊണ്ടുപോയിരുന്നു. ഞാൻ പിടിച്ച് പെറ്റിയാണ് അടിക്കുന്നത് പേടിച്ചോടിയും. അങ്ങനെ ഇപ്പോഴത്തെ ജീവിതങ്ങൾ കാണണം ആൾക്കാരെ. എനിക്കണേ കഴുത്തില് മാല ഇടാൻ തന്നെ പേടിയാണ് അങ്ങോട്ട് പോയപ്പോ. എന്ത് ചെയ്യാൻ, കിട്ടിയ സ്ഥലം അതാണ്, ആയി പോയില്ലേ. പോയി കൊടുത്തല്ലേ പറ്റൂ. അങ്ങോട്ട് പോകാരികളെ, അവന്മാര് ബോട്ടാണൊക്കെ അടിക്കും. അങ്ങ് ചെന്ന് കയറപ്പോഴായിരിക്കും അടിച്ചു വിട്ട് തരുന്നത്. ഒളിച്ചിരിക്കുന്നു. പക്ഷെ
ഈ മാപ്പിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ഞാൻ പറയട്ടാ. മറ്റേ ബോംബ് വീഴുന്നൊരു സമയം വരുമല്ലേ, അപ്പൊ വീട് ഉൾപ്പെടെ ഇടിഞ്ഞ് വീഴുന്നത് അതൊരു വല്ലാത്ത പരിപാടിയായി പോയി. അതുണ്ട്. അപ്പൊ വീട്ടിൽ അതിന്റെ ആ മാപ്പിലേ പോകരുത്, ആ മാപ്പിന്റെ അടുത്തേ പോകരുത്. എനിക്ക് നെറ്റ് ഓഫ് ആയടേ എന്റെ. Help! മൂന്നാം നമ്പർ എവനും പറ്റി അറിയിട്ടിയാ വീട്ടിനൊക്കെ കണ്ടേ കണ്ട് ഏതുണ്ട് മരിച്ചു. എവിടെ ഇറങ്ങി അകത്തോട്ട് കയറിയോടാ, അവിടെ താഴെ